ഒരു ജട്ടിക്കഥയാണ്. ഇതങ്ങനെ സാധാരണ ജട്ടിയൊന്നുമല്ല. ഒരു പ്രത്യേകതയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജട്ടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജോൺ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് കൂടിയാണ് ഇതിനാധാരം. ഇത് കേരളത്തിലെ ഒരു MLA ജട്ടിയാണ്. ആ ജട്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇട്ട പോസ്റ്റിലെ ചിത്രമെടുത്താണ് ഈ പോസ്റ്റ് എഴുതിയത്. കടവും ഇടവും വാങ്ങി കാര്യങ്ങൾ നടത്തുന്ന ഒരു പാവ ഗവൺമെൻറ്റിൻ്റെ ഒരു പാവം MLA ഒരു ജട്ടി വാങ്ങി. അതിൻ്റെ ഇത്രയും ഗതികേട് വരെ അദ്ദേഹം ഇട്ടുവെങ്കിൽ ആ മനുഷ്യൻ്റെ ദാരിദ്ര്യ ഗതികേട് ഒന്ന് ഓർത്തു നോക്കൂ. വ്യക്തമായി പറഞ്ഞാൽ കുന്നത്തുനാട് MLA ശ്രീനിജൻ്റെ ജട്ടിയാണ്. അത് വെള്ളം കണ്ടിട്ട് 2 വർഷമായി എന്ന് തോന്നുന്നു. ഈ ജട്ടിയിട്ടാൽ സൈഡ് ബോക്സുകൾ എപ്പോഴും വെളിയിലായിരിക്കും. എന്തു മറച്ചു പിടിക്കാനാണോ അത് മുഴുവൻ വെളിയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനെ കീറിയ ജട്ടിയിട്ട ഒരു MLA കേരളത്തിൽ ആദ്യമായിരിക്കും. പക്ഷേ 10 കോടി CPMന് കൊടുത്തിട്ടാണ് അദ്ദേഹം സീറ്റ് വാങ്ങിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമ്മായിയപ്പൻ 180 കോടിയാണ് ഖനി ഇടപാടിലൂടെ ഒപ്പിച്ചത് എന്ന ഇവിടെ സൗണ്ട് ക്ലിപ്പുകൾ പറന്ന് നടപ്പുണ്ടായിരുന്നു. എത്രയൊക്കെ അധ്വാനിക്കാതെ ഉണ്ടാക്കിയ പണം ഉണ്ടായിട്ടും ഒരു ജട്ടി ഈ വിധത്തിൽ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ താങ്കളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തോ കാര്യമായി തകരാറുണ്ട്. മറ്റൊന്ന്, കിറ്റെക്സിൻ്റെ പേര് പോലും അതിലില്ല. ഒന്നുകിൽ താങ്കളെ ആരോ കിറ്റെക്സിൻ്റെ ജട്ടിയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചതായിരിക്കും. എന്തായാലും ഈ ഒരു ജട്ടി ജീവിതത്തിൽ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ കാര്യമായി എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന് അനുമാനിക്കേണ്ടി വരും. എന്തായാലും 7 ജട്ടി മുന്തിയ നിലവാരമുള്ളത് താങ്കൾക്ക് ലഭിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഇനി ഈ പഴയ ജട്ടിക്ക് വിശ്രമം അനുവദിക്കുക പ്ലീസ്. വലിയ കിഴുത്തലയിലൂടെ സ്വതന്ത്രമായി കിടന്നിറങ്ങിയിരുന്ന പലതിനും ബന്ധിപ്പിക്കപ്പെടാനുള്ള അസ്വസ്ഥത സ്വാഭാവികമായിരിക്കും എന്നുകൂടെ അറിയിക്കുന്നു. നല്ല ജട്ടികൾക്ക് കിറ്റെക്സ് ജട്ടി സ്വാതന്ത്ര്യവും അലസവും ആയതിനെ അടുക്കും ചിട്ടയിലൂടെ ആക്കുവാൻ ബന്ധിപ്പിക്കുവാൻ കിറ്റെക്സ് ജട്ടി. ഇങ്ങനെയാണ് അദ്ദേഹം ഈ ജോൺ എന്ന് പറയുന്നത് തൻ്റെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ഇടാനൊരു അതിനൊരു ആധാരമുണ്ട്. അതിങ്ങനെയാണ് പോസ്റ്റ് ഇടാനുള്ള ഇതിങ്ങനെയാണ്. ശ്രീനിജൻ MLA ഒരു പോസ്റ്റാണ്. സാബു ജക്കത്തെ തനിക്ക് നാണവും മാനവും ഇല്ലെന്നറിയാം, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തില്ലല്ലോ. താൻ പറഞ്ഞ ജട്ടിക്കഥ എന്തായാലും നന്നായി. തൻ്റെ ജട്ടിയെക്കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞത് നന്നായി. ഒരു ഗുണവുമില്ല, പൈസ പോയത് മിച്ചം. ദാ കിടക്കുന്നു തൻ്റെ നാസ ജട്ടി. ഇങ്ങനെയാണ് ശ്രീനിജൻ MLA തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോൾ കിറ്റെക്സ് സാബു പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം. നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു? നമ്മള് ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. സഖാക്കൾ പറയുന്ന എന്താണ്? ജട്ടി സാബു എന്ന്. ആ ജട്ടി 7 മേടിച്ചോണ്ടാ പുള്ളി പോയേ. 7 ജട്ടി. അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചു, എന്താ 7 ജട്ടി? 7 ദിവസം മാറി ഇടാൻ. ഇവിടുത്തെ ജനങ്ങൾ നന്നാകരുത് എന്ന് വിശ്വസിക്കുന്ന, ഒരിക്കലും നന്നാവരുത് വിശ്വസിക്കുന്ന ഒരേ ഒരു വർഗമുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ്. കേട്ടല്ലോ കിറ്റെക്സ് സാബ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫുള്ള് ജട്ടിക്കഥയാണ്. അതായത് സ്വാഭാവികമായി പറഞ്ഞാൽ ജട്ടിക്കഥ എന്നതിനപ്പുറം കിറ്റെക്സ് സാബും CPM തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തെ വ്യവസായത്തിന് പോലും അനുവദിക്കാതെ ഇവിടെ നിന്ന് അടിച്ചോടിച്ച സർക്കാരാണ് CPM സർക്കാർ. പ്രത്യേകിച്ച് ശ്രീനിജൻ MLA ഒക്കെ അദ്ദേഹത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പുറത്തു വരുന്നത്. പക്ഷേ ഒരു MLA ആയിരിക്കുന്ന ഒരാൾ അല്പമൊക്കെ മാന്യത കാണിക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇല്ല എങ്കിൽ പോലും ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾക്കും അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് കുന്നത്തുനാടെന്ന് പറയുന്നത് എപ്പോഴും ഈ 2020യും ശ്രീനിജൻ MLAയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ വയ്ക്കുമ്പോൾ അത് താനൊരു MLA ആണ് എന്ന ചിന്ത പോലും ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് എന്തും കാണിക്കാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സഖാക്കന്മാർ മുഴുവൻ പോകുന്നത്. അതായത് ഭരണം പിടിക്കണം, അതിന് എന്തും ചെയ്യാൻ മടിയില്ല എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലൊക്കെ ഈ പോസ്റ്റ് ഇടാനും ഇത്തരത്തിലൊക്കെ. കാരണം ഒരു ജനങ്ങളെ അല്ലെങ്കിൽ തൻ്റെ പോസ്റ്റുകൾ ജനങ്ങൾ കാണുന്നതാണ്. അതിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാകാം, ചിലപ്പോൾ മുതിർന്നവരുണ്ടാകാം,
അപ്പോൾ ഇതൊക്കെ പിന്നെ നിലവാരത്തെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെയാണ്. ഇപ്പോൾ 2020 കുന്നത്തുനാട് ചെയ്യുന്ന പല കാര്യങ്ങളും അവർ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സഹാക്കന്മാർക്കുണ്ടാകുന്നത്, കാരണം അവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സീറ്റാണ് ഈ കുന്നത്തുനാടെന്ന് പറയുന്നത്. 2020 ഇത്തവണ വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ മത്സരിക്കാനായിട്ട് അവർ വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ അവരുടേതായ ഒരു രാഷ്ട്രീയം അവർക്കുണ്ടാകും. മാത്രമല്ല കിറ്റെക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ലോകത്തെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ബ്രാൻഡാണ് കിറ്റെക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാളുടേതെന്ന് പറയുമ്പോൾ നമുക്കത് അഭിമാനിക്കേണ്ട കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് അത് ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിലെ പല മെട്രോ സ്റ്റേഷനുകളിലും പല നഗരങ്ങളിലുമൊക്കെ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എന്താ പറയുക, ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അമേരിക്കയെ തീരുവ ഉയർത്തിയപ്പോൾ അവർ ബ്രിട്ടനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് കൂടി അവർ വരുന്നു എന്ന് പറയുന്നത് വളരെ നമുക്കൊക്കെ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം സ്വദേശീവൽക്കരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വദേശീവൽക്കരണം ആവശ്യമാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ സ്വദേശീവൽക്കരണത്തിലേക്ക് കടക്കണം. അല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു പക്ഷേ പതറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. കാരണം ഏതെങ്കിലും ഒരു രാജ്യം നമുക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനെ പിന്നെ എന്താ പറയുക, നമ്മുടെ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ വിൽക്കണം. നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ മറ്റു രാജ്യക്കാർ നമ്മുടെ രാജ്യത്തേക്ക് വരണം. ആ ലെവലിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കണം എന്നുള്ള നീക്കത്തിലാണ്. മാത്രമല്ല സ്വദേശീവൽക്കരണമാണ് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കിറ്റെക്സ് ഹബ് ഉൾപ്പെടെ, ഇതിനു മുൻപ് എന്നും കിറ്റെക്സ് ഹബിന് ഇന്ത്യയിൽ തൻ്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള ധൈര്യമില്ല. കാരണം UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഇവിടെ വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യില്ല. അവർക്ക് കമ്മീഷൻ വേണം. കമ്മീഷൻ കിട്ടിയില്ലെങ്കിൽ അവർ പല പേപ്പറുകൾ ഒപ്പിടാറില്ല. പലരും തൂങ്ങി മരിക്കേണ്ടി വരും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് CPM ആയാലും UDF ആയാലും അവരുടെ തലയിൽ വെച്ചാൽ പിന്നെ ആ മരിച്ച ആളുടെ ഭാര്യ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ അവിഹിതം ഉണ്ടാകും. അവരെ ആ വിഹിത കേസുകളിൽ പെടുത്തും. അല്ലെങ്കിൽ അത്തരത്തിൽ നാണം കെടുത്തി എങ്ങനെയെങ്കിലും അവരെയും കൂടെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന നിലയിലേക്കാണ് ഇവിടുത്തെ സഹാക്കൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. UDF ആയാലും LDF ആയാലും ഒരുപോലെ തന്നെയാണ്. ഇവിടെയാണ് ഒരു മാറ്റത്തിൻ്റെ ഒരു കൊടി പറപ്പിച്ചുകൊണ്ടുള്ള സാബു ജേക്കബിൻ്റെ വരവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുന്നത്തുനാട്, കിഴക്കമ്പലം, കുന്നത്തുനാട് ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് നല്ല പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. രാഷ്ട്രീയം എന്നതിനപ്പുറം ഒരാൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. കുറച്ചുകൂടി ഇപ്പോൾ ഒരു സാധാരണക്കാരനായി നിന്ന് പ്രവർത്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അധികാരം കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പലരെയും ഈ രാഷ്ട്രീയത്തിലേക്ക്, അതായത് ഈ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പലരെയും രാഷ്ട്രീയത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായും ശ്രീനിജൻ്റെ ഈ നിലവാരം കുറഞ്ഞ ഈ എന്താ പറയുക, ഇപ്പോൾ സാബു ജേക്കബിൻ്റെ ആയാലും ശ്രീനിജൻ്റെ ആയാലും നിലവാരം കുറഞ്ഞ ഇത്തരം പ്രസ്താവനകൾ, കാരണം നിങ്ങൾ രണ്ടുപേരും ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സാബുവും ജേക്കബ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞത് പോയതിനെ ശ്രീനിജൻ എടുത്ത് ഇത്രയും നാറ്റ കേസ് ആക്കേണ്ട കാര്യമല്ല. ഇതിവിടെ സ്വയം നാറിയത് ശ്രീനിജൻ MLA തന്നെയാണ് എന്നുള്ളത് താങ്കൾ മറക്കാതിരിക്കുക.